അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയുള്ള പഠനമൊക്കെ എന്തായി? എല്ലാവരും തകൃതിയായിട്ട് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ? അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാന് മാത്രമല്ല ഏതൊരു PSC പരീക്ഷയ്ക്കും കേരള ചരിത്രത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് കുറിച്യ കലാപം എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ഈസി PSC ടിപ്സിൽ കുറിച്യ കലാപത്തെക്കുറിച്ച് പഠിക്കാം. 1812 കേരളത്തിലെ വയനാട് ജില്ലയിലാണ് കുറിച്യ കലാപം നടക്കുന്നത്. കുറിച്യ കലാപത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏക ഗിരിവർഗ കലാപമാണേത്? കുറിച്യ കലാപം. കുറിച്യ കലാപത്തെ നയിച്ചത് രാമൻ നമ്പിയാണ്. 1812 മെയ് 1 കുറിച്യ കലാപ നേതാവായിട്ടുള്ള രാമൻ നമ്പിയെ ബ്രിട്ടീഷുകാർ പിടികൂടി വധിക്കുകയും 1812 മെയ് 8 കുറിച്യ കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുകയും ചെയ്തു. വയനാട്ടിലെ കുറിച്യരായിരുന്ന ഈ ഒരു കലാപത്തിന് പങ്കെടുത്തിട്ടുള്ള ഗോത്രവർഗ്ഗക്കാരെന്ന് പറയുന്നത് അസഹ്യമായിട്ടുള്ള ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഇവർ പോരാടുകയും പക്ഷെ ദയനീയമായിട്ട് പരാജയപ്പെടുകയും ഒക്കെയാണ് ചെയ്തത്. ഒരു മാസം കൂടി ഗോത്രവർഗത്തിൽപ്പെട്ട ഈ കലാപം നടത്തിയ ഗോത്രവർഗ്ഗക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യ കലാപത്തെക്കുറിച്ച് പറഞ്ഞത് DH ബേബറാണ് കേട്ടോ. അതുകൂടി നിങ്ങൾ ഒന്ന് ഇതിന്റെ കൂടെ ഓർത്തിരിക്കുക. മറക്കണ്ട, ആദ്യമായിട്ടാണ് PSC ക്രൗൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.